എന്നുള്ള രീതിയിലും അതിലെ സൗകര്യങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ urban brew എന്ന പേരിൽ ഒരു കഫേ ലൗഞ്ചും ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ബിസിനസ് സെന്ററുണ്ട്. അങ്ങനെ ഒരു ലൗഞ്ച് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നതിനും അപ്പുറത്തേക്ക്, നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തേക്ക് സൗകര്യങ്ങളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം തന്നെയാണ് 0484 എയ്റോ ലൗഞ്ചിൽ സിയാൽ ഒരുക്കിയിരിക്കുന്നത്. അവിടുത്തെ സൗകര്യങ്ങളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിശിഷ്ടാതിഥികളും ചേർന്ന് ഇപ്പോൾ കാണുന്നത്. ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബിസിനസ് ജെറ്റ് ടെർമിനൽ നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് ജെറ്റ് ടെർമിനലാണ്. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ എയ്റോ ലൗഞ്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലൗഞ്ച് ആണ്. അങ്ങനെ സിയാലിൻ്റെ കിരീടത്തിൽ പൊൻതൂവലുകൾ ഓരോന്നോരോന്നായി നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ആഡംബര യാത്രാനുഭവം എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യവുമായി 0484 എയ്റോ ലൗഞ്ച്. സ്ക്രീനിൽ ദൃശ്യമാകുന്നത് പോലെ 0484 എയ്റോ ലൗഞ്ച് സന്ദർശിച്ച ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിശിഷ്ടാതിഥികളുടെ സംഘവും അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവർ ഈ വേദിയിലേക്ക് എത്തുന്നതായിരിക്കും. വേദിയിലെത്തിയാൽ ഉടൻ തന്നെ നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. മഴയുള്ള ഒരു ദിവസമായിട്ട് കൂടി കലയെക്കൂട്ടി ഇവിടെ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സൂചിപ്പിക്കുകയാണ്. എല്ലാവരും ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരാണ്. നമ്മൾ പരിപാടി തുടങ്ങാൻ സജ്ജരാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സംഘവും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വേദിയിലെത്തും.
സിയാലിന്റെ വികസന ചരിത്രത്തിൽ മറ്റൊരു നാഴിക കല്ലുകൂടി. യാത്രക്കാർക്കായി ഏറ്റവും കുറഞ്ഞ ചെലവിൽ അത്യാധുനിക സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ 0484 എയ്റോ ലൗഞ്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികൾക്കും നല്ലവരായ നാട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. നമ്മൾ വേദിയിലെ ഔപചാരികമായ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സിയാൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീ എസ് സുഹാസ് IAS സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ, ഓണറബിൾ മിനിസ്റ്റർ ശ്രീ P. രാജീവ് സർ, ശ്രീ K. രാജൻ സർ, ബഹുമാനപ്പെട്ട ഓപ്പോസിഷൻ ലീഡർ ശ്രീ VD സതീശൻ സർ, MLA-മാരായ ശ്രീ അൻവർ സാദത്ത് സർ, ശ്രീ റോജി M. ജോൺ സർ, MP-മാരായ ശ്രീ ബെന്നി ബാനൻ സർ, ശ്രീ ഹൈബി ഈഡൻ സർ, അഡ്വക്കേറ്റ് ജെബി മാത്തവ്, ശ്രീ CN മോഹനൻ, സിയാൽ ഡയറക്ടേഴ്സ്, ബഹുമാന്യായ ജനപ്രതിനിധികളെ, സുഹൃത്തുക്കളെ ಮತ್ತು മാധ്യമ പ്രവർത്തകരെ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് നിരന്തരം മോഡേണൈസ് ചെയ്യുകയാണ്. ഭാവിയിലെ പാസഞ്ചർ ട്രാഫിക് ഗ്രോത്ത്, എയർ ട്രാഫിക് മൂവ്മെന്റ്സ് എന്നിവ പരിഗണിച്ച് നിരവധി പ്രോജക്ട്സ് ആണ് സിയാൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇന്റർനാഷണൽ ടെർമിനൽ എക്സ്പാൻഷൻ പോലുള്ള മേജർ പ്രോജക്ട്സിനൊപ്പം construction of more lounges and food courts, modernization of toilets എന്നിങ്ങനെ സാധാരണക്കാരായ പാസഞ്ചേഴ്സിന് നേരിട്ട് യൂസ്ഫുൾ ആക്കുന്ന ചില പദ്ധതികൾ കൂടി സിയാൽ ഓർക്കുന്നുണ്ട്. എയർപോർട്ടിന്റെ സേവനം നേരിട്ട് യാത്രക്കാരിലേക്ക് എത്തുക എന്നാണ് ലക്ഷ്യം. 2022 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ബിസിനസ് ജെറ്റ് ടെർമിനൽ ഇതിനോടകം പ്രൈവറ്റ് ജെറ്റ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഐനെറ്റ് ഇൻഡിവിജ്വൽസ് സ്വീകരിച്ചു കഴിഞ്ഞു. ടെർമിനൽ 2-ലാണ് ഇപ്പോൾ 0484 എയ്റോ ലൗഞ്ച് സജ്ജമാക്കിയിട്ടുള്ളത്. ദ ഹാർട്ട് ഓഫ് അഫോർഡബിൾ ലക്ഷറി എന്നതാണ് ഇതിന്റെ ടാഗ് ലൈൻ. അതായത് ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൗഞ്ച് സേവനങ്ങൾ സാധാരണ യാത്രക്കാർക്ക് എഫോർഡ് ചെയ്യാൻ കഴിയണം. ഇതാണ് സിയാലിന്റെ പോളിസി. 41 ഗസ്റ്റ് റൂംസ്, ബോർഡ് റൂംസ്, ലൗഞ്ച്, റെസ്റ്റോറൻറ്റ് എന്നിങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. എയർപോർട്ടിന്റെ പ്രീമിയം എക്സ്പീരിയൻസ് കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ ആക്കണം. വളരെ റെവല്യൂഷണറായ ഈ ഒരു കോൺസെപ്റ്റാണ് ഇത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഒരു വർഷം കൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് റിലീസ് ചെയ്യാൻ സാധിച്ചതിൽ വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സിയാൽ എന്ന ഈ സ്ഥാപനത്തിന് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് ഇതിന്റെ ചെയർമാനായ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന്റെ ഗൈഡൻസ് ഒന്നുകൊണ്ട് മാത്രമാണ്. സിയാലിന്റെ ഈ ന്യൂ വെഞ്ചർ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ സാദരം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ രാജീവ് സാറാണ് ഈ ഫംഗ്ഷനിന്റെ അധ്യക്ഷൻ. സിയാലിന്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്കും ശരിയായ നിർദ്ദേശങ്ങൾ തരുന്ന സബ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ബഹുമാനപ്പെട്ട P. രാജീവ് സാറിനെ സാദരം സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ട അതിഥിയായി ഇവിടെ വന്നിട്ടുള്ള സിയാലിന്റെ ഡയറക്ടറും സിയാൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ K. രാജൻ സർ സിയാലിന് എല്ലാ കാര്യത്തിലും വളരെ സപ്പോർട്ടീവാണ്. രാജൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഓപ്പോസിഷൻ ലീഡർ ശ്രീ VD സതീശൻ സർ സിയാലിന് എല്ലാ വിധത്തിലും സപ്പോർട്ട് നൽകി വരുന്ന വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ ഓഫീസേഴ്സ് അസോസിയേഷനും മറ്റ് വേറെ കാര്യങ്ങളിൽ ഇത്ര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ
ഇൻട്രൊഡക്ടറി സ്പീച്ച് നൽകാൻ വന്നിട്ടുള്ള ശ്രീ പത്മശ്രീ യൂസഫ് അലി സാറിനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ജനപ്രതിനിധികളായ ശ്രീ അൻവർ സാദത്ത് സർ, ശ്രീ റോജി എം ജോൺ സർ, ശ്രീ ബെന്നി ബെഹനൻ സർ, ശ്രീ ഐബി ഈഡൻ സർ, അഡ്വക്കേറ്റ് ജബി മാത്തർ എന്നിവരും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിയാലിന്റെ മറ്റു ഡയറക്ടേഴ്സ്, നമ്മുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായ ശ്രീ ഇ കെ ഭരത് ഭൂഷൺ സർ, ಮತ್ತು നമ്മുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായ ശ്രീ അരുണ സുന്ദരരാജൻ മാഡം, ശ്രീ എൻ വി ജോർജ് സർ, ശ്രീ ഇ എം ബാബു സർ, ശ്രീ മുഹമ്മദ് അലി സർ എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ സി എൻ മോഹനനെയും മറ്റ് ജനപ്രതിനിധികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. I also heartily welcome the representatives of DGCA, BCAS, CISF, Airport Authority of India, Met, Indian Navy, Coast Guard, Customs, Immigration, APHO, Kerala Police, Airlines, Ground Handling Agencies, Cargo Agents, Refuelers, Revenue Service Officers, other service agencies, stakeholders, shareholders and media persons to this inaugural ceremony. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സിയാലിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി. താങ്ക് യു. Thank you, Shri S. Suhas IAS, for the warm welcome that you accorded. നമുക്കറിയാം, സിയാലിന്റെ തുടക്കം മുതൽ നമ്മുടെ നെടുംതൂണായി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സിയാൽ ഡയറക്ടർ ബോർഡ് അംഗവും അതുപോലെ തന്നെ പ്രമുഖ വ്യവസായിയും മലയാളികൾക്കൊന്നും ഒരാമുഖവും ആവശ്യമില്ലാത്ത ശ്രീ എം എ യൂസഫ് അലി. അദ്ദേഹത്തെ ആമുഖ ഭാഷണത്തിനായി സസ്നേഹം ക്ഷണിക്കുന്നു. Thank you very much. ബഹുമാന്യനായ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ബഹുമാനപ്പെട്ട ലീഡർ ഓഫ് ഓപ്പോസിഷൻ ശ്രീ വി ഡി സതീശൻ, മന്ത്രിമാരായ ശ്രീ പി രാജീവ്, കെ രാജൻ, എം പിമാരായ ബെന്നി ബെഹനാൻ, ഐ ബി ഈഡൻ, ജബീബ് മാത്തർ, എം എൽ എമാർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സി എൻ മോഹനൻ, പ്രസിഡന്റ് സിയാൽ സ്റ്റാഫ് ഫെഡറേഷൻ, എൻ്റെ സഹപ്രവർത്തകരായ ഡയറക്ടർമാരായ ഇ കെ ഭരത് ഭൂഷൺ, അരുണ സുന്ദർരാജ് മാഡം, എൻ വി ജോർജ്, സി എം ബാബു, പി മുഹമ്മദ് അലി അവർകൾ, സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ്, മറ്റ് നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റു മെമ്പർമാർ, സഹോദരന്മാരെ, തുടക്കകാലം മുതൽ ഞാൻ ഈ എയർപോർട്ടിൻ്റെ ബോർഡിലാണ്. മുൻ മുഖ്യമന്ത്രിയും പ്രഗത്ഭനുമായ ശ്രീ കെ കരുണാകരൻ അവർകൾ ആരംഭിച്ച ഈ സംരംഭം ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഇ കെ നായനാറിൻ്റെ നേതൃത്വത്തിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ വികസനത്തിൽ എല്ലാ പാർട്ടികളും എല്ലാ മുഖ്യമന്ത്രിമാരും ഒത്തൊരുമിച്ച് ഈ പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് 6 മുഖ്യമന്ത്രിമാരുമായി ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബോർഡിലിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവനാണ്. അപ്പോൾ ആ എല്ലാ മുഖ്യമന്ത്രിമാരും അവരുടെ വിഷൻ, അവർ ഈ എയർപോർട്ടിനോടുള്ള അവരുടെ മനോഭാവം അനുഭവിച്ചറിഞ്ഞവനാണ്. ആയതുകൊണ്ട് അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ നിലയ്ക്കെത്തിയത്. ഇന്ന് ഈ എയർപോർട്ടിൽ അന്ന് ഞങ്ങൾ ചെലവാക്കിയ അത്രയ്ക്കും എമൗണ്ടാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് ലാഭം കിട്ടിയത്. ഇത് സിവിൽ ഏവിയേഷൻ്റെ ഹിസ്റ്ററിയിൽ കേസ് സ്റ്റഡിയാണ്. എത്ര ഉറുപ്പിക ഈ പ്രൊജക്റ്റിന് വേണ്ടി അന്ന് ചെലവഴിച്ചുവോ അത്രയ്ക്കും കഴിഞ്ഞ കൊല്ലം ലാഭമാണ്.
ദാറ്റ് മീൻസ് ഈ പ്രൊജക്റ്റ് വിജയിച്ചു എന്നതിൻ്റെ 100% വിജയിച്ചു എന്നതിൻ്റെ തെളിവാണ്. അതിനുവേണ്ടി ഇതൊരു കലക്റ്റീവ് എഫർട്ട്, ദിസ് ഈസ് എ കലക്റ്റീവ് എഫർട്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ചത് സിയാൽ ഒഫീഷ്യൽസ്, എമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാർ, കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ, എയർപോർട്ട് ATC, CISF, ഗ്രൗണ്ട് സ്റ്റാഫ്, പോലീസ്, വിവിധ എയർലൈൻ സ്റ്റാഫ്, മാധ്യമപ്രവർത്തകർ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും അധികം വിജയിച്ചത്. ആയതുകൊണ്ട് അവർക്കെല്ലാവർക്കും ബോർഡിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇന്ന് ബിസിനസ് മീറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ടുകളിലാണ്. കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരിക, എയർപോർട്ടിൽ വരിക, മീറ്റിംഗ് നടത്തുക, മടങ്ങിപ്പോവുക. അതാണ് ഞാനും ഇതേമാതിരി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോവും. അവിടെ ചെല്ലും, എയർപോർട്ടിലാണ് മീറ്റിംഗ്, എയർപോർട്ടിലെ മീറ്റിംഗ് കഴിഞ്ഞാൽ മടങ്ങിപ്പോരാൻ സാധിക്കും. ആ ഒരു രീതിയിൽ ഇസ് എ ന്യൂ ട്രാൻസ്ഫോർമേഷൻ, ന്യൂ ഇന്നോവേഷൻ അതിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സംരംഭങ്ങളൊക്കെ. അത് പുതിയ ജനറേഷൻ എയർപോർട്ടിൻ്റെ വേറൊരു വകഭേദമാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത് വിപ്ലവകരമായ ആശയമാണ്. ആ ആശയം 100% വിജയിക്കുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്ദേഹമില്ല. കേരളത്തിൻ്റെ തനത് സൗന്ദര്യം വിളിച്ചോതുന്ന കലയുടെയും കായലുകളുടെയും ഈ നാടിച്ച് ഒരുപാട് ടൂറിസ്റ്റ്, ഡൊമസ്റ്റിക് ടൂറിസം ആൻഡ് ഇൻ്റർനാഷണൽ ടൂറിസം, ദേ ആർ കമ്മിങ് ടു കൊച്ചിൻ. അവരൊക്കെ വന്ന് എഴുതുകയും പറയുകയും അവരുടെ രാജ്യങ്ങളിൽ പോയി നമ്മുടെ രാജ്യത്തെപ്പറ്റി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പോയി അത് കേട്ടിട്ടുണ്ട്. അതിന് അവരുടെ അന്തസ്സിനൊത്ത ഒരു എയർപോർട്ടാണ്, അതിൻ്റെ മറ്റ് സൗകര്യങ്ങളാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആളുകൾക്ക് പോയി ഇരുന്ന് ചായ കുടിച്ച് എയർക്രാഫ്റ്റ് വരുന്നവരെയും വെയിറ്റ് ചെയ്യാനുള്ള എല്ലാ പുതിയ സൗകര്യങ്ങളും അത് പുതിയ എയർപോർട്ടുകളിലാണ് ഉള്ളത്. അതാണ് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ കൊച്ചിയിൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത് സഹകരിച്ച എല്ലാവർക്കും നന്ദി. വിശിഷ്യ ഞങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഏതാണ്ട് 7 കൊല്ലത്തോളമായി ഞങ്ങൾ ഇതിൻ്റെ എല്ലാം അജണ്ട പഠിച്ചുകൊണ്ട് മാത്രം ബോർഡിൽ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് കൊണ്ടാണ് ഇന്ന് ഈ നിലയ്ക്കെത്തിയത്. അദ്ദേഹത്തിന് പ്രത്യേക നന്ദി. എൻ്റെ പ്രവർത്തകരായ ഡയറക്ടർമാർ, മന്ത്രിമാരടക്കമുള്ള ഡയറക്ടർമാർക്ക് നന്ദി. ഞാൻ ഈ പറഞ്ഞ എല്ലാവർക്കും നന്ദി. ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകൾ ഞങ്ങളുടെ വിഷനിലുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. Our managing director is very dynamic IAS officer, and he is also bringing the new innovation to our airport for the development. Thank you very much, MD. Thank you very much for everybody. Thank you. സിയാൽ കടന്നു വന്ന വഴികളിൽ നമ്മൾ നേടിയ വിജയങ്ങളും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സൂചിപ്പിച്ച് സംസാരിച്ചതിന് ഒരുപാട് നന്ദി ശ്രീ MA യൂസഫ് അലി. ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ കയർ നിയമ വകുപ്പ് മന്ത്രിയായ, അതുപോലെ സിയാൽ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ, നമ്മുടെ സബ് കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് P. രാജീവ് അവർകളാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ബഹുമാനായ മന്ത്രി K. രാജൻ, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ബഹുമാനായ ശ്രീ M. യൂസഫ് അലി, വേദിയിലുള്ള MP മാർ ശ്രീ ബെന്നി ബെഹനാൻ, JB മേത്തർ, MLA മാർ ശ്രീ അൻവർ സാദത്ത്, അതോടൊപ്പം ഹൈബി ഈഡൻ MP, ശ്രീ റോജി ജോൺ, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, ബോർഡ് അംഗങ്ങൾ, സഹോദരന്മാരെ, സിയാൽ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമാണത്. ലോകത്തിലെ ഏത് എയർപോർട്ടിനോടും കിടപിടിക്കാവുന്ന മികവിലേക്ക് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് എത്തിയിരിക്കുന്നു എന്നതിൽ ഏതൊരു മലയാളിക്കും അഭിമാനിക്കാം. അതിൻ്റെ വളർച്ചയുടെ ചരിത്രമാണ് തുടക്കം മുതലുള്ള ബോർഡംഗം കൂടിയായ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ M. യൂസഫ് അലി അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്.
ഈ കഴിഞ്ഞ വർഷങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതാണ് ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത്. ഇവിടെ എയർപോർട്ടിന് വേണ്ടി സ്ഥലം കൊടുത്ത് വീടെല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, അതിൽ മഹാഭൂരിപക്ഷം ആളുകളെയും ഇതിനോട് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനായ മുഖ്യമന്ത്രി ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ ഇനി അവശേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെയും പ്രശ്നം പരിഗണിക്കണം എന്ന് നിർദ്ദേശിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അത്തരം ആളുകൾക്ക് കൂടി ടാക്സി കൊടുക്കുന്നതിനുള്ള വാഹനത്തിൻ്റെ പെർമിറ്റ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചു വരികയാണ്. ജീവനക്കാരുടെ ദീർഘകാലത്ത് ആവശ്യമായിരുന്നു, പ്രത്യേകിച്ചും വനിതാ ജീവനക്കാരുടെ ഷിഫ്റ്റ് സംവിധാനത്തിലുള്ള അശാസ്ത്രീയത മാറ്റണം. അത് നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കാർഗോയിൽ ലോഡർമാരായിരുന്ന ആളുകൾ, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ, കാർഗോ മറ്റ് സംവിധാനത്തിന്റെ കീഴിലേക്ക് വന്ന ഘട്ടത്തിൽ അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും പൂർണ്ണമായും തൃപ്തികരമായ നിലയിൽ അവരവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള മറ്റ് ജോലികളിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ മറ്റ് മേഖലയിൽ ചുമടെടുത്തിരിക്കുന്ന ആളുകൾ അവരെല്ലാം ഒരു സൊസൈറ്റിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ജോലി ഉറപ്പുവരുത്താനുള്ള സംവിധാനവും ഏർപ്പെടുത്താൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെങ്കൽത്തോടുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വന്നിരുന്നു. ബഹുമാനായ മുഖ്യമന്ത്രി ഡച്ച് സന്ദർശനത്തിന് ശേഷം ഇവിടെ നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ കൂടി ഭാഗമായി ഡച്ച് കൺസൾട്ടൻസി നൽകിയിട്ടുള്ള തീരുമാനങ്ങൾക്കനുസരിച്ചുള്ള നടപടികൾക്കും ഇപ്പോൾ ബോർഡ് സബ് കമ്മിറ്റിയും മുൻകൈ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നു. വളർച്ചയുടെ പടവുകളിൽ കൊച്ചിയെ ലോകത്തിന്റെ മുൻപിൽ രേഖപ്പെടുത്തുന്നതിൽ എയർപോർട്ട് വഹിച്ച പങ്ക് നിസ്തുലമാണ്. അതിന് നേതൃത്വം നൽകുന്ന MD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ സ്ഥാപനത്തെ ചേർത്ത് പിടിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഊർജം പകരുന്ന ആ വാക്കുകൾക്ക് നന്ദി അഡ്വക്കേറ്റ് പി രാജീവ്. ഇനി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിർമ്മാണം പൂർത്തിയായ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ 0484 എയ്റോ ലൗഞ്ച് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണ്. ഈ കർമ്മം നിർവഹിക്കുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും സിയാൽ ചെയർമാനുമായ ശ്രീ പിണറായി വിജയൻ അവർകളാണ്. ശിലാഫലകം അനാവരണം ചെയ്ത് ഈ സംരംഭം നമ്മുടെ യാത്രക്കാർക്കായി സമർപ്പിക്കുന്നതിനായി കേരളത്തിന്റെ ബഹുമാന്യ മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം വേദിയിലുള്ള മറ്റ് വിശിഷ്ട അതിഥികളെയും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്ന ആ ചടങ്ങിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയ്റോ ലൗഞ്ച്, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തെ വീണ്ടും ഒരു പടി കൂടി മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു സ്വപ്ന പദ്ധതി. 2023 ഒക്ടോബറിൽ ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചിരുന്നു. റെക്കോർഡ് സമയത്തിലാണ് ഇന്ന് ഈ പദ്ധതി കമ്മീഷൻ ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലൗഞ്ച് 0484 എയ്റോ ലൗഞ്ച് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുകയാണ്. സഹോദരീ സഹോദരന്മാരെ, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അതിൻ്റെ വികസന യാത്രയിൽ പുതിയൊരു കാൽവെപ്പ് നടത്തുന്ന ദിനമാണ് ഇന്ന്. 0484 എയ്റോ ലോഞ്ച് എന്ന സിയാലിൻ്റെ സംരംഭം ഇന്നിവിടെ കമ്മീഷൻ ചെയ്യപ്പെടുകയാണ്.
എല്ലാവരുടെയും അനുമതിയോടെ 0484 എയ്റോ ലൗഞ്ചിൻ്റെ ഔപചാരികമായ കമ്മീഷൻ നിർവഹിച്ചതായി അറിയിക്കട്ടെ. വിമാനത്താവള ടെർമിനലിനുള്ളിൽ താരതമ്യേന കുറഞ്ഞ ചെലവിൽ അത്യാധുനികമായ താമസ സൗകര്യം യാത്രക്കാർക്കായി ഒരുക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മറ്റൊരു പ്രത്യേകത ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കോൺഫറൻസുകൾക്ക് കൂടി അനുയോജ്യമായ തരത്തിലാണ് ഈ 0484 എയ്റോ ലോഞ്ച് നിർമ്മിച്ചിട്ടുള്ളത്. കൊച്ചി വിമാനത്താവളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള ഒട്ടേറെ പദ്ധതികൾക്കാണ് തുടക്കമിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെയെല്ലാം തുടർച്ചയായി തന്നെയാണ് ഈ എയ്റോ ലോഞ്ചും യാഥാർത്ഥ്യമാക്കാനായത്. ഈ അടുത്ത കാലത്ത് സിയാലിൽ നടപ്പാക്കിയ വൻകിട വികസന പദ്ധതികളും ഇത്തരത്തിലുള്ള ആധുനിക സേവനങ്ങളും യാത്രക്കാർക്ക് മികവുറ്റ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചുള്ളവയാണ്. അതിനു പുറമെ വിമാനത്താവളത്തിൻ്റെ മാർക്കറ്റിംഗ് ശക്തമാക്കുകയും വ്യോമയാന ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. മികച്ച രീതിയിലുള്ള സിയാലിൻ്റെ മുന്നേറ്റത്തിന് ഇത്തരം ഇടപെടലുകൾ വഴിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷം 1 കോടിയിലേറെ പേരാണ് സിയാലിലൂടെ യാത്ര ചെയ്യുന്നത്. ഓരോ ആഴ്ചയും വിദേശത്തേക്ക് 670 ആഭ്യന്തര മേഖലയിൽ 795 സർവീസുകൾ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തിനകത്ത് എല്ലാ നഗരങ്ങളിലേക്കും കൊച്ചിയിൽ നിന്ന് വിമാന സർവീസുണ്ട്. ചെറുനഗരങ്ങളിലേക്ക് സർവീസ് നടത്താൻ സഹകരണം ആരാഞ്ഞുകൊണ്ട് നിരവധി പുതിയ എയർലൈനുകൾ സിയാലിനെ സമീപിക്കുന്നുമുണ്ട്. റെഗുലേറ്ററി ഏജൻസികളുടെ അനുമതി ലഭിക്കുന്ന മുറക്ക് അത്തരം ചെറുകിട വിമാന കമ്പനികൾക്കായുള്ള ദക്ഷിണേന്ത്യയിലെ ഹബ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ സിയാൽ സൗകര്യമൊരുക്കുന്നതാണ്. 3 വർഷത്തിനിടയിൽ സിയാലിൽ ഉദ്ഘാടനം ചെയ്യുന്ന 5ാമത്തെ, ഞാൻ ഉദ്ഘാടനം ചെയ്താണ് ഞാൻ പറയുന്നത്, അതില്ലാത്ത വേറെയും കാണും, 5ാമത്തെ ചടങ്ങാണിത്. അരിപ്പാറ ജലവൈദ്യുത നിലയം, പയ്യന്നൂർ സൗരോർജ്ജ നിലയം, ബിസിനസ് ജെറ്റ് ടെർമിനൽ, ഇവയ്ക്ക് പുറമെ 7 മെഗാ പദ്ധതികൾക്ക് കൂടി ഈ കാലയളവിൽ തുടക്കമിട്ടിരുന്നു. അവയിൽ 3 ഇതിനോടകം കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. 10 മാസത്തിനുള്ളിൽ 4 പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. സിയാലിൻ്റെ പ്രവർത്തന മികവിൻ്റെ ദൃഷ്ടാന്തമാണിത്. നമ്മുടെ സംസ്ഥാനത്തെ മറ്റ് സ്ഥാപനങ്ങൾക്കാകെ മാതൃകയാക്കാവുന്ന പ്രവർത്തന ശൈലിയാണ് സിയാൽ നടപ്പാക്കുന്നത്. സംസ്ഥാന സർക്കാർ പ്രധാന നിക്ഷേപക സ്ഥാനത്തുള്ള ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് സിയാൽ. ലാഭത്തിൻ്റെ ഒരു പങ്കിൻ്റെ വിനിയോഗത്തിലൂടെ സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്താൻ കൂടി ഈ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. വയനാട് ദുരന്തം സംഭവിച്ച അന്ന് തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക്
2 കോടി രൂപയാണ് സിയാൽ നൽകിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന് ആദ്യമായി ലഭിച്ച സഹായമായിരുന്നു അത്. ജീവനക്കാരുടെ വിഹിതം കൂടി ചേർത്ത് 1 കോടി രൂപ കൂടി ഇനിയും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് സംസ്ഥാനത്തിൻ്റെ നന്ദി അറിയിക്കട്ടെ. ഇത്തരം പ്രവർത്തനങ്ങളിൽ സിയാലിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത കാണാൻ നമുക്ക് കഴിയും. വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ പൊതുമേഖലയിൽ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളെ പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി നൽകണമെന്ന വാദം ശക്തമാകുന്നൊരു കാലമാണിത്. എന്നാൽ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഈ മോഡൽ തീർത്തും അനുകരണീയമായ ഒന്നാണെന്ന് ഏവരും സമ്മതിക്കും. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ വിൽപ്പനക്ക് വെക്കുമ്പോൾ അത് ഏറ്റെടുത്ത് നടത്തുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത്. ജനോപകാരപ്രദമായി വ്യവസായങ്ങളെയും സേവനങ്ങളെയും നിലനിർത്താൻ കഴിയുക, അതാണിതിലൂടെ ലക്ഷ്യമിടുന്നത്. വിമാനത്താവള സ്വകാര്യവൽക്കരണം വലിയ തോതിലാണ് രാജ്യത്ത് നടക്കുന്നത്. സ്വകാര്യ ഓപ്പറേറ്റർമാർക്ക് കൈമാറിയ പല വിമാനത്താവളങ്ങളും കാലക്രമേണ സാധാരണ യാത്രക്കാർക്ക് കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുന്ന നില നാം കാണുകയാണ്. സർക്കാർ മുഖ്യ നിക്ഷേപം നടത്തിയിട്ടുള്ള സിയാലിൻ്റെ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും കാണാൻ നമുക്കാവില്ല. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ യൂസർ ഡെവലപ്മെന്റ് ഫീസ്, പാർക്കിംഗ്, ലാൻഡിംഗ് ഫീസ്, അതൊക്കെയാണ് സിയാലിൻ്റെ പ്രത്യേകതയായി കാണാൻ കഴിയുക. സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യാത്രക്കാരുടെ ക്ഷേമത്തിനായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സിയാലിൽ ആസൂത്രണം ചെയ്തു വരുന്നുണ്ട്. 550 കോടി രൂപയോളം ചെലവിട്ട് നടത്തുന്ന രാജ്യാന്തര ടെർമിനൽ വികസനമാണ് അവയിൽ ഏറ്റവും പ്രധാനം. അടുത്ത 3 വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 160 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന കൊമേഴ്സ്യൽ സോൺ വികസനത്തിനും സിയാൽ തുടക്കമിട്ട് കഴിഞ്ഞു. ഈ വിമാനത്താവളത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിൻ്റെ നിരവധി പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് സഹായകരമാകുമാറ് സിയാലിൻ്റെ പ്രൊഫഷണൽ മികവ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പശ്ചിമതീര ജലപാതയുടെ പുനരുദ്ധാരണം അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏറെ ശ്രമകരവും സങ്കീർണവുമായ ഈ പദ്ധതിയിൽ കാര്യമായ പുരോഗതി കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കനാൽ വികസനത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കഠിനംകുളം മുതൽ വർക്കല വരെയുള്ള ഭാഗത്ത് 516 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനായി. സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക്
സമൂഹത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയും എന്നാണ് ഇത് കാണിക്കുന്നത്. ഇന്ത്യൻ വ്യോമയാന രംഗം വലിയൊരു കുതിപ്പിനായി തയ്യാറെടുക്കുകയാണ്. ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതിവർഷം 16% വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ കൊച്ചി വിമാനത്താവളത്തിലൂടെയുള്ള പ്രതിവർഷ യാത്രക്കാരുടെ എണ്ണം 1.25 കോടിയിലധികമാകും എന്നാണ് കണക്കാക്കുന്നത്. കൂടുതൽ വിമാനങ്ങൾക്ക് പാർക്കിംഗ് സംവിധാനവും യാത്രക്കാർക്കായി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കേണ്ടതായി വരും. നിലവിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ വിമാനത്താവളത്തിൽ ഒരു ഹ്രസ്വസമയ വിശ്രമ കേന്ദ്രം വേണമെന്നത് യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യമായിരുന്നു. അത് മുൻനിർത്തിയാണ് സിയാൽ ഇപ്പോൾ എയറോ ലോഞ്ച് നിർമ്മിച്ചിട്ടുള്ളത്. യാത്രക്കാർക്കും സന്ദർശകർക്കും തങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തേക്ക് മാത്രമായി വിമാനത്താവളത്തിനുള്ളിൽ തങ്ങാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുക്കുന്നത്. 1.5 ലക്ഷം ചതുരശ്രടി വിസ്തീർണത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചിട്ടുള്ള എയറോ ലോഞ്ച് യാത്രക്കാരോടുള്ള സിയാലിൻ്റെ പ്രതിബദ്ധതയുടെ ദൃഷ്ടാന്തം കൂടിയാണ്. സിയാലിൻ്റെ വികസന യാത്രയിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുന്ന 0484 എയറോ ലോഞ്ച് നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിലേക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ സിയാൽ 2 കോടി രൂപ നൽകുകയുണ്ടായി. അതിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ സിയാൽ ജീവനക്കാരിൽ നിന്നും സംഭാവനയായി ലഭിച്ചിട്ടുള്ള 1,05,00,000 രൂപ ഇന്ന് ഈ വേദിയിൽ വെച്ച് കൈമാറുകയാണ്. ചെക്ക് കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട സിയാൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീ എസ് സുഹാസ് IAS-നെയും അതുപോലെ സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും സാദരം ക്ഷണിക്കുന്നു. ജീവനക്കാരെ പ്രതിനിധീകരിച്ച സ്റ്റാഫ് യൂണിയൻ അതുപോലെ ഓഫീസേഴ്സ് അസോസിയേഷന്റെയും ഭാരവാഹികളും ഒപ്പം എക്സിക്യൂട്ടീവ് ഡയറക്ടർ HR ശ്രീ ജയരാജൻ ബിയും വേദിയിലുണ്ട്. ഒരു ചടങ്ങ് കൂടിയുണ്ട്. സിയാൽ കാർഗോ വിഭാഗത്തിൽ രൂപീകരിക്കപ്പെട്ട സിയാൽ എയർ കാർഗോ കയറ്റിറക്ക് തൊഴിലാളി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന 50,000 രൂപയുടെ ചെക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന ചടങ്ങ് കൂടി ഇപ്പോൾ വേദിയിൽ നടക്കുകയാണ്. കാർഗോ സൊസൈറ്റിയിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് ഇപ്പോൾ വേദിയിലെത്തി CMDRF-ലേക്കുള്ള ആ ചെക്ക് അദ്ദേഹത്തിന് കൈമാറുന്നത്. നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് ഈ ഒരു സ്നേഹ സമ്മാനത്തിനായി ഒപ്പം ചേരാം. നന്ദി. ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥിയായ